ഹായ് നമസ്കാരം. ബാബറി മസ്ജിദ് അല്ല, പകരം 3 മിനാരങ്ങളുള്ള കെട്ടിടം തിരുത്തുമായി NCERT പാഠപുസ്തകം. ബാബറി മസ്ജിദിന്റെ പേരില്ലാതെ NCERT പുറത്തിറക്കിയ പുതിയ +2 പാഠപുസ്തകം പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിന് പകരം 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുതിയ ബുക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഗുജറാത്തിലെ സോമനാഥിൽ നിന്നും അയോധ്യയിലേക്കുള്ള BJPയുടെ രഥയാത്ര, കർസേവകരുടെ പങ്ക്, 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്തതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ വർഗീയ കലാപം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം, അയോധ്യയിൽ നടന്ന സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന BJPയുടെ പ്രതികരണം തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പുസ്തകത്തിലില്ല. 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്നാണ് വിശേഷണമാണ് പാഠപുസ്തകത്തിൽ പകരം പരാമർശിച്ചിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി എന്നായിരുന്നു NCERTയുടെ പഴയ പാഠഭാഗത്തിലുണ്ടായിരുന്നത്. കല്യാൺ സിംഗിന് എതിരായ സുപ്രീം കോടതി നടപടിയും പുതിയ പുസ്തകത്തിലില്ല. ഇതടക്കം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട പഴയ പാഠപുസ്തകത്തിലുണ്ടായിരുന്ന 2 പേജുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ സോമനാഥിൽ നിന്നും അയോധ്യയിലേക്കുള്ള BJP രഥയാത്രയും കർസേവകരും പങ്കും പുതിയ പാഠപുസ്തകത്തിലില്ല. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജനറൽ മിർ ബാക്കി പണികഴിപ്പിച്ച മസ്ജിദ് എന്നാണ് പഴയ പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള പരാമർശം. എന്നാൽ പുതിയ പുസ്തകത്തിൽ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് 1528 നിർമ്മിച്ച 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്നാണ് പറയുന്നത്. കൂടാതെ കെട്ടിടത്തിനകത്തും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും കാണാൻ സാധിച്ചിരുന്നുവെന്നും പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. പള്ളി പൊളിച്ചതും വർഗീയ കലാപം ഉടലെടുത്തതുമെല്ലാം പുതിയ പുസ്തകത്തിൽ മാറ്റിയിട്ടുണ്ട്. ബാബരി മസ്ജിദ് തകർത്തു, കല്യാൺ സിംഗ് സർക്കാരിന് പിരിച്ചുവിട്ടു എന്ന തലക്കെട്ടോടെ 1992 ഡിസംബർ 7 മുതലുള്ള പത്രലേഖനങ്ങളുടെ ചിത്രങ്ങൾ പഴയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും പുതിയ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരത്തെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് 4 പേജുകൾ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു. ഇത് 2 പേജായി കുറച്ചിട്ടുണ്ട്. അയോധ്യ തർക്കത്തിലെ സുപ്രീം കോടതി വിധിയെ കുറിച്ചുള്ള ഒരു ഉപവിഭാഗവും പാഠപുസ്തകത്തിന്റെ പുതിയ പതിപ്പിൽ ചേർത്തിട്ടുണ്ട്.